വീണ്ടും വീണ്ടും കള്ളം പറയാനോ? അമ്മേ, സ്റ്റേഷനിൽ വെച്ച് ജീവന്റെ പെരുമാറ്റം അമ്മ ശ്രദ്ധിച്ചോ? എന്നെ കുറിച്ചൊരു മോശം വാക്ക് ആ പോലീസുകാരൻ പറഞ്ഞപ്പോ ജീവൻ പ്രതികരിച്ചത് കണ്ടോ? ഹരിയുടെ വീട്ടിൽ ഞാൻ താമസിക്കുന്നത് കണ്ട് സഹിക്കുന്നു. ഹരിയുടെ കൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോ ഒരു പരാതിയും ഇല്ലാതെ കൂടെ വരുന്നു. വഴിവെക്കൽ എനിക്കും ഹരിക്കും ചായ വാങ്ങിത്തരുന്നു. ഇതിലെവിടെയാണമ്മേ എനിക്ക് ജീവന്റെ ഭാഗത്തൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കാനുള്ളത്? എങ്ങനെയാണമ്മേ ഞാൻ ജീവനെ വെറുക്കേണ്ടത്? അമ്മ ഹരിയോടും അമ്മാവനോടും സംസാരിക്കണം. ഈ വീട്ടിൽ നിന്ന് എന്നെ അമ്മയുടെ കൂടെ കൊണ്ടുപോകണം. എന്നിട്ട് ജീവന്റെ കൂടെ ജീവിക്കാൻ അനുവദിക്കണം. അമ്മ പേടിക്കുന്ന കാര്യം എന്തായാലും എനിക്കതിൽ കുഴപ്പമില്ല. ഇങ്ങനെ കള്ളത്തരം കാണിച്ച് മടുത്തമ്മ. നമുക്ക് സത്യസന്ധമായിട്ട് ചിരിക്കണ്ടേ? മനസ്സിൽ വല്ലായ്മയില്ലാതെ ആളുകളുടെ മുഖത്ത് നോക്കണ്ടേ? വേണം. പക്ഷെ ഞാൻ എത്ര പറഞ്ഞു തന്നിട്ടും എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ മോളെ. മോൾ എന്താ കരുതിയത്? ജീവനെ നിന്നിൽ നിന്നും അകറ്റാൻ വേണ്ടി അമ്മ ആഗ്രഹിക്കുന്നു? ഒരിക്കലുമില്ല. കാലങ്ങൾക്ക് ശേഷമുള്ള ഓർമ്മയില്ലായ്മയിൽ നിന്നും അവൻ ഓർമ്മയിലേക്ക് തിരിച്ചു വന്നു എന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോ അമ്മ പ്രതീക്ഷയോടെ അവന്റെ അടുത്ത് കാത്തിരുന്നു, പ്രാർത്ഥിച്ചു. തിരിച്ചു വരുന്ന അവൻ പാവമായിരിക്കണമെന്ന്. അവന്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവണമെന്ന്. പക്ഷെ അമ്മ കണ്ടത് അതൊന്നുമല്ല. പഴയ സ്വഭാവത്തിൽ നിന്നും ഒരുപാട് മൂർച്ച കൂടിയ ഒരാളെയാണ്. മോളെ, ഞാൻ നിഷേധിക്കുന്നത് എന്റെ മകനെയാണ്. ഒരമ്മ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിലെത്രമാത്രം യാഥാർത്ഥ്യം ഉണ്ടാവുമെന്നറിയോ? ഒരു കാര്യം അമ്മയ്ക്ക് ഉറപ്പുണ്ട്. ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവസാനിക്കുന്നത്